ഇന്നിവിടെ സ്വീകരണം നൽകപ്പെടുന്ന നിങ്ങളേവരും ആകാംക്ഷയോടുകൂടി പ്രസംഗത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കാസർഗോഡ് ജില്ലാ മുസ്ലിം ലീഗിന്റെ പ്രഗത്ഭനായ ജനറൽ സെക്രട്ടറി MC കമറുദ്ദീൻ സാഹിബ്, വേദിയിലുള്ള KMCCയുടെ സംസ്ഥാന ജില്ലാ നേതാക്കന്മാരെ, സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും. 1-2 ദിവസങ്ങൾക്കുള്ളിൽ ബഹുമാന്യനായ ജില്ലാ മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി സന്ദർശിക്കുന്നു എന്നറിഞ്ഞപ്പോൾ KMCCയുടെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഒരു ഫോൺ കോളിലൂടെ ഒരു സ്വീകരണ പരിപാടി ഉണ്ട് എന്ന് അറിയിച്ചപ്പോൾ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തോടും അതിന്റെ നേതാക്കന്മാരോടും ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന സ്നേഹവായ്പിന്റെ പ്രകടനമാണ് ഇത്രയും ആളുകൾ ഇവിടെ കൂടിച്ചേർന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അവരവരുടെ ജോലി കഴിഞ്ഞ് കിട്ടുന്ന വിശ്രമ സമയത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പിറ്റേന്ന് വീണ്ടും ജോലിക്ക് പോകേണ്ട ആളുകൾ ആ വിശ്രമ സമയത്തെ ഒഴിവാക്കി തങ്ങൾ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരെ സ്നേഹിക്കാനും അവരെ ശ്രമിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഈ കാണിക്കുന്ന സ്നേഹവായ്പകൾ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ കരുത്തും അതിന്റെ ശക്തിയും ഇത്തരത്തിലുള്ള ആത്മാർത്ഥതയുള്ള പ്രവർത്തകന്മാരുടെ കരുത്താണ് എന്ന് പറയാൻ വേണ്ടി കഴിയും. ഒരുപാട് നമ്മുടെ കേരളക്കരയിൽ കാണുന്ന ഏതൊരു പ്രവർത്തനമെടുത്ത് പരിശോധിച്ചു നോക്കിയാലും ഈ മണലാരുണ്യത്തിൽ കഴിയുന്ന പ്രവാസികളായിട്ടുള്ള ആളുകളുടെ വിയർപ്പിന്റെ ഗന്ധമുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ തന്നെ നേരത്തെ ഇവിടെ ഉദ്ഘാടന പ്രാസംഗികൻ പ്രസംഗിച്ചപ്പോൾ ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി ആരംഭിക്കുന്ന ചില പരിപാടികളെ കുറിച്ചൊക്കെ ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി. മൻസിലെ ശിഹാബ് എന്ന് പറഞ്ഞുകൊണ്ട് കാസർഗോഡ് ജില്ലയിലെ 43 മുനിസിപ്പാലിറ്റികളിലും 38 പഞ്ചായത്തുകളിലും നിർദ്ധരനായ ഓരോ കുടുംബങ്ങൾക്ക് വീട് നൽകിക്കൊണ്ട് വീട് താമസിക്കാൻ വീടില്ലാത്ത ആളുകൾക്ക് അഭയകേന്ദ്രമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, ഒരു പരിശുദ്ധ റമദാനായി കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപയുടെ കോടിക്കണക്കിന് രൂപയുടെ റിലീഫ് പ്രവർത്തനങ്ങളാണ് KMCCയുടെ നേതൃത്വത്തിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ശാബ്ദങ്ങൾ സമാശ്വാസ പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് കാസർഗോഡ് ജില്ലയിലെ ഒരുപാട് പാവപ്പെട്ട ആളുകൾക്ക് സമാശ്വാസം നൽകിക്കൊണ്ട് ഒരുപാട് പദ്ധതികളും അതുപോലെ തന്നെ ഒരുപാട് പ്രവർത്തനങ്ങളും ഒക്കെ KMCCയുടെ സഹായഫലമായി KMCCയുടെയും അതുപോലെ തന്നെ എല്ലാ ഗൾഫ് മേഖലയിലുള്ള ആളുകളുടെയൊക്കെ സഹകരണ ഫലമായി നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന ഒരു മുസ്ലിം ലീഗിന്റെ ഒരു കാസർഗോഡ് ജില്ലയിലെ ഒരു യോഗത്തിൽ, ഒരു കൺവെൻഷനിൽ സംബന്ധിച്ചതിന്റെ ഒരു പ്രതീതിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ളത്. ഞാൻ ഇന്നലെ ഷാർജയിലെ KMCCയുടെ യോഗത്തിലും പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ ഒരു 10 ദിവസമായി ഞാൻ ഈ UAE എത്തിയിട്ട് UAEയുടെ വിവിധ പ്രദേശങ്ങളിൽ KMCCയുടെയും അതുപോലെ തന്നെ അതുമായി 41ാമത് UAEയുടെ നാഷണൽ ഡേയും ഒക്കെ ആയിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ചു നോക്കിയപ്പോൾ ഇന്ന് കേരളക്കരയിൽ നടക്കുന്നതിനേക്കാൾ ഊർജ്ജസ്വലമായി മുസ്ലിം ലീഗിന്റെ പ്രവർത്തനം നടക്കുന്നത് ഈ പ്രവാസ ലോകത്താണ് എന്ന് നിശ്ചയം എനിക്ക് പറയാൻ കഴിയും. അത് നിങ്ങളുടെയൊക്കെ അത് പ്രവർത്തിക്കുമ്പോൾ നാട്ടിനേക്കാൾ ഏറെ ആത്മാർത്ഥതയും അതുപോലെ തന്നെ അതിന്റെ ഹൃദയത്തിൽ അതിന്റെ ഉൾക്കൊണ്ടുകൊണ്ട് മുസ്ലിം ലീഗ് പ്രസ്ഥാനത്ത് ഉൾക്കൊണ്ടുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നാട്ടിലാണെങ്കിൽ ഒരു MLA അല്ലെങ്കിൽ MP അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പറോ മുനിസിപ്പൽ ചെയർമാനോ പഞ്ചായത്ത് പ്രസിഡന്റോ ആവാം. പക്ഷെ ഈ പ്രവാസ ലോകത്ത് പ്രവർത്തിക്കുമ്പോൾ തങ്ങളുടെ കുടുംബത്തെ പോറ്റുന്നതിന് വേണ്ടി, തങ്ങളുടെ കുടുംബത്തിലെ ആളുകളുടെ പ്രയാസങ്ങൾ നീക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അതിനു വേണ്ടി പണിയെടുക്കുന്ന ആ സമയത്തിൽ നിന്ന് സമയം മിച്ചം വെച്ചുകൊണ്ടാണ് ആത്മാർത്ഥതയോടുകൂടിയിട്ട് ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രവർത്തനത്തെ കുറിച്ച് ഒരിക്കലും തന്നെ KMCCയുടെ പ്രവർത്തകന്മാർക്ക് വ്യാകുലപ്പെടേണ്ടി വരില്ല. നാളെ അള്ളാഹുവിന്റെ മുന്നിൽ ഇതൊരു പ്രതിഫലമായി നിങ്ങൾക്ക് കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ ഒരുപാട് കേരളത്തിന്റെ രാഷ്ട്രീയ രംഗങ്ങളെ കുറിച്ചൊക്കെ സവിസ്തരമായ കാര്യങ്ങൾ അറിയുകയും അതുപോലെ തന്നെ അതിനെ നിരന്തരമായി ഓരോ ദിവസവും അതിനെക്കുറിച്ച് സോഷ്യൽ നെറ്റ്വർക്കുകളിലൂടെയും അതുപോലെ തന്നെ നിരന്തരമായ സമ്പർക്കങ്ങളിലൂടെയും ഒക്കെ പ്രതിപാദിക്കുന്ന ആളുകളാണ് ഈ പ്രവാസ ലോകത്തുള്ള മുസ്ലിം ലീഗിന്റെ KMCCയുടെ പ്രവർത്തകന്മാർ. കേരളക്കരയിൽ കാസർഗോഡ് ജില്ലാ KMCCയുടെ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഇവിടെ നമ്മുടെ ഉദ്ഘാടന പ്രാസംഗികൻ കഴിഞ്ഞകാല പെരുമകളെ കുറിച്ച്, കാസർഗോഡിന്റെ തുളുനാടൻ മണ്ണിന്റെയൊക്കെ പെരുമകളെ കുറിച്ച് വളരെ പ്രശസ്തമായി നമ്മുടെ കഴിഞ്ഞകാല അനുഭവങ്ങളെ കുറിച്ചൊക്കെ പ്രതിപാദിക്കുകയുണ്ടായി. ഇന്ന് കാസർഗോഡ് ജില്ലയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് മുസ്ലിം ലീഗ് പ്രവർത്തകന്മാർ ഏറെ ക്ലേശം അനുഭവിക്കുകയും അവർ ഏറെ വേദനകൾ കടിച്ചു നിന്നുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷത്തിനാണ്
കാസർഗോഡ് ജില്ലയിലെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഒരുപാട് കേസുകൾ കൊണ്ട് പൊറുതിമുട്ടുകയും അതുപോലെ തന്നെ പട്ടാള വേഷം ധരിച്ചു പരിശുദ്ധമായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനാഘോഷത്തോടനുബന്ധിച്ചുകൊണ്ട് പട്ടാള വേഷം ധരിച്ചുകൊണ്ട് അലങ്കാരത്തിന് വേണ്ടി പട്ടാള വേഷം ധരിച്ചപ്പോൾ അതിന് രാജ്യദ്രോഹ കുറ്റമായിക്കൊണ്ട് കേസെടുത്തുകൊണ്ട് 100ഓളം പ്രവർത്തകന്മാർ കേസിലകപ്പെട്ടുകൊണ്ടുള്ള സ്ഥിതിവിശേഷം. അതോടൊപ്പം തന്നെ ഒരു ഭാഗത്ത് മുസ്ലിം ലീഗ് പ്രസ്ഥാനവും അതുപോലെ തന്നെ മുസ്ലിം സമുദായവും അനർഹമായ എന്തോ നേടിക്കൊണ്ടിരിക്കുന്നു എന്ന് പൊതുസമൂഹത്തിനിടയിൽ ചർച്ച നടത്തിക്കൊണ്ട് മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെ തകർക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. പട്ടാള വേഷത്തിന് വേണ്ടി കാഞ്ഞങ്ങാട്ട് കേസെടുത്തപ്പോൾ തന്നെ കോട്ടയത്ത് ഒരു പട്ടാള വേഷം ഇട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ വീടിന് മുന്നിലേക്ക് മാർച്ച് നടത്തിയ പട്ടാള വേഷധാരികൾക്കെതിരെ കേസെടുക്കാത്ത ഒരു സാഹചര്യം നമ്മുടെ മുന്നിൽ വളരെ പ്രകടനമായി കാണുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ ഇതൊക്കെ പ്രയാസം. ഇപ്പൊ ഈ അബുദാബിയിൽ തന്നെ ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരുപാട് പ്രവർത്തകന്മാർ കാഞ്ഞങ്ങാട് കലാപവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാഞ്ഞങ്ങാട്ടുണ്ടായ 22ഉം 23ഉം കേസിൽപ്പെട്ട പ്രവർത്തകന്മാർ അവര് അവിടെ നിൽക്കാൻ കഴിയാതെ പിന്നെ ഇവിടത്തേക്ക് വന്നുകൊണ്ട് ഇവിടെയുള്ള പ്രയാസങ്ങൾ ആ കേസ് സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങൾ വിവരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഇത്രയൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോഴും 22ഉം 25ഉം കേസുകളിൽപ്പെട്ട പ്രവർത്തകന്മാർ അനുഭവിക്കുമ്പോഴും പക്ഷെ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെ ഇതൊക്കെ ഉണ്ടാക്കിയത് CPM എന്ന് പറയുന്ന കാഞ്ഞങ്ങാട്ടുണ്ടായ കലാപം CPM ആസൂത്രണം ചെയ്ത ഒരു വർഗീയ കലാപമായിരുന്നു. അതിലൂടെ അവർ ഉദ്ദേശിച്ചത് മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെ തകർക്കുകയും മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരുടെ മനോവീര്യത്തെ തകർത്തുകൊണ്ട് മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെ ഇല്ലായ്മ ചെയ്യുകയാണ്. പക്ഷെ ആ 25ഉം 28ഉം കേസുള്ള പ്രവർത്തകന്മാർ പോലും മുസ്ലിം ലീഗിൽ നിന്ന് വിട്ടുപോകാനുള്ള കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കുന്ന കാഴ്ചയാണ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ കേരളത്തിന്റെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പെങ്കിൽ UDFന്റെ ഒരു ഗവൺമെന്റ് കേരളത്തിൽ ഉണ്ടാവുമായിരുന്നില്ല. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാലക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ നേതൃത്വം നൽകുന്ന മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് 20 MLA-മാർ കിട്ടിയത് കൊണ്ട് മാത്രമാണ് കേരളത്തിൽ UDFന്റെ ഒരു ഗവൺമെന്റ് ഉണ്ടായത്. പക്ഷെ ആ ഗവൺമെന്റിൽ നിന്ന് മുസ്ലിം ലീഗിനും മുസ്ലിം സമുദായത്തിനും അർഹതപ്പെട്ടത് പോലും കിട്ടുന്നില്ല എന്നിരിക്കെ തന്നെ അനർഹമായത് പലതും നേടിയെടുക്കുന്നു എന്ന് പ്രചരണം നടത്തിക്കൊണ്ട് മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെ പൊതുസമൂഹത്തിനെതിരെ ഉയർത്തിത്താഴ്ത്താനും മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെ തകർക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വളരെ ജാഗ്രതയോടുകൂടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ട ഒരു സാഹചര്യമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. മുസ്ലിം ലീഗ് 5 മന്ത്രിയെ നേടി അല്ലെങ്കിൽ ഒരുപാട് സ്ഥാനങ്ങൾ നേടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗിനെ ഇല്ലായ്മ ചെയ്യുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിതാന്ത ജാഗ്രതയോടുകൂടി രാഷ്ട്രീയ രംഗത്തെ കാണുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. ഞാൻ എന്റെ വാക്കുകൾ കൂടുതൽ ദീർഘിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. നിങ്ങളൊക്കെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന MC കമറുദ്ദീൻ സാഹിബിന്റെ സാരസമ്പൂർണ്ണ നേരത്തെ പ്രസംഗിച്ച ആൾ പറഞ്ഞു ഒരു പാട്ട് പാടുന്നു. കമറുദ്ദീൻ സാഹിബ് നേരത്തെ പറയണ്ടേ ഒരുപാട് പാട്ട് പാടണമെന്നാണ് ഇത് പ്രസംഗമധ്യേ ഒരുപാട് മുസ്ലിം ലീഗിനെ കുറിച്ചും അതുപോലെ തന്നെ അതിന്റെ നേതാക്കന്മാർക്കെ കുറിച്ചൊക്കെ ഉള്ള ഒരുപാട് പാട്ടുകൾ പാടണമെന്നായിരുന്നു. പക്ഷെ അഭ്യർത്ഥിച്ച ഒരു പാട്ട് മാത്രമാണ്. പക്ഷെ അദ്ദേഹം ഇന്നലെയും ഷാർജയിലും പ്രസംഗം നടത്തിയപ്പോൾ ഒരുപാട് മുസ്ലിം ലീഗിന്റെ ചരിത്രം കഴിഞ്ഞകാല ചരിത്രങ്ങൾ കായികമില്ലത്തിന്റെ ചരിത്രം മുതൽ ഇതിലുള്ള അയവിറക്കിയപ്പോൾ ഒരുപാട് പാട്ടുകൾ അവിടെ അദ്ദേഹത്തിന്റെ തനതായ ശൈലിയിൽ പാടുന്ന സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഇതിന്റെ മുസ്ലിം ലീഗ് ഇപ്പൊ അബുദാബിയെ സംബന്ധിച്ചിടത്തോളം കുറച്ചു കാലം ഈ KMCC പ്രവർത്തനമൊക്കെ ഒരു മന്ദഗതിയിലായിരുന്ന ഒരു സ്ഥിതിവിശേഷം നിന്ന് വളരെ സജീവമായ ഒരു രംഗത്തേക്ക് വരുന്ന ഒരു സാഹചര്യം ഇതിനെ നിലനിർത്തിക്കൊണ്ട് ഈ നാട്ടിൽ കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അതുപോലെ തന്നെ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിനൊക്കെ താങ്ങും തണലുമായി ഇനി ഈ ഖിയാമത്ത് നാൾ വരെ പ്രവർത്തിക്കാൻ നിങ്ങൾക്കൊക്കെ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അതുപോലെ തന്നെ ഈ ചടങ്ങിൽ വെച്ച് നൽകിയ സ്വീകരണത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ വാക്കുകൾ ചുറ്റുന്നു. അസ്സലാമു അലൈക്കും.